എടുക്കുമ്പോൾ 5 പാടാം. സൗഹൃദത്തിൽ നിന്ന് തുടങ്ങിയ സംഗീതം തുടർന്നുകൊണ്ടിരിക്കുന്നതിനും കാരണം ഒന്നേയുള്ളൂ, സൗഹൃദം. ഭക്തിഗാനവും സോപാന സംഗീതവും സിനിമാ ഗാനങ്ങളും കൂടി ചേർന്നാൽ നന്ദഗോവിന്ദമായി. കേരളത്തിൽ തുടങ്ങിയ കൂട്ടായ്മ ദുബായിലുമെത്തി. ലോകമെമ്പാടും വേദികൾ. പാടുന്നതെല്ലാം ഹിറ്റ്, വൈറൽ, മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കുന്ന സദസ്സ്. അങ്ങനെ 25 വർഷങ്ങൾ. അവരെങ്ങനെ ലോകമെമ്പാടുമുള്ള വേദികൾ കീഴടക്കുകയാണ് സംഗീത ആസ്വാദകരുടെ മനസ്സും. നന്ദഗോവിന്ദം ഭജൻസ്. കൃഷ്ണഭക്തി ഗാനങ്ങളാണ് കൂടുതലും എന്നുള്ളതുകൊണ്ടാണോ നന്ദഗോവിന്ദൻ എന്നുള്ള പേരിട്ടെ? ആ പേര് ആരായിട്ടെ, എപ്പോഴായിട്ട്? ഞങ്ങൾ അറിയുന്നത് ഒരു പ്രോഗ്രാമിൽ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. പെട്ടെന്ന് അതുവരെ ഞാൻ ഓർക്കുന്നില്ല പേര്. അതിന് തൊട്ട് മുന്നേ വരെ വേറൊരു പേരായിരുന്നു ഞങ്ങൾ, ശ്രീദുർഗ ഭജൻ. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെ പ്രോഗ്രാമിന് ഇരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആറുമാനൂർ എന്നുള്ള സ്ഥലം, ഏറ്റുമാനൂർ അടുത്തുള്ള സ്ഥലം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് വേറെ, ഞങ്ങളവിടെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്, ഞാൻ വിചാരിച്ചു വേറെ വല്ലോ പ്രോഗ്രാം വന്ന് പെർഫോമൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഹരിയായിട്ടാണ് ആ പേര് പറയുന്നത്. ആണ് ഹരിയേട്ട. എന്തുകൊണ്ടാണ് നന്ദഗോവിന്ദം എന്ന പേര് തിരഞ്ഞെടുത്തത്? അങ്ങനെ ഇടാനൊരു കാരണം എന്ന് വെച്ചാൽ ആദ്യം ശ്രീദുർഗ എന്നാണല്ലോ. അപ്പം നല്ലൊരു പേര് കണ്ടുപിടിക്കണമെന്ന് കുറേ ആൾക്കാർ കൂടി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം പലരും പോയി പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പേര് ആലോചിച്ച്, ഇപ്പം എന്തെങ്കിലും പേര് ആലോചിച്ച് ഇങ്ങനെ രാത്രിയിൽ കുറേ നേരം കിടന്ന സമയത്ത് ഒരു ഏകദേശം ഒരു 2 മണി 3 മണിക്ക് പെട്ടെന്ന് എണീറ്റിട്ട് സ്വപ്നത്തിൽ നിന്ന് കിട്ടിയൊരു പേരാ. ശരിക്കും നല്ല പേര്, പക്ഷെ ക്യൂട്ടുണ്ട് അല്ലേ? ശരിക്കും അപ്പം തന്നെ എഴുതി വെക്കുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് പ്രോഗ്രാം. അവിടെ വെച്ച് അനൗൺസും ചെയ്യും. സത്യമാണോ? ഒറ്റ തള്ളായിരുന്നു. സത്യമായിട്ടും അങ്ങനെ കിട്ടിയ പേരാണ്. അത് ന്യൂമറോളജി പ്രകാരം 5 എന്നൊരു അക്കം വന്നു കഴിഞ്ഞാൽ 5 അക്കമുള്ളതാണല്ലോ. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പവറായിരിക്കും എന്നൊക്കെ പലരും പറഞ്ഞു. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ ഞാൻ വഴി പ്രവീൺ വന്നു, പ്രവീൺ വഴി ശ്രീലാൽ വന്നു, ശ്രീലാൽ വഴി മനു വന്നു. അങ്ങനെ ഒരാളിപ്പം ഞാൻ ദുബായിക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നു. ഇപ്പം പ്രവീൺ ഇപ്പം കാനഡയ്ക്ക് പോയി. അപ്പൊ അവിടെ ഒരു ടീം സെറ്റായി. ഇതിന് സ്റ്റോപ്പില്ല, അന്ത്യമില്ല, അത് അൺസ്റ്റോപ്പബിൾ, സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കും എന്നുള്ള അങ്ങനെ ഒരു മീനിങ് ഒരാൾ പറഞ്ഞത്. അപ്പൊ അത് ആ ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിച്ചേട്ടന്റെ അച്ഛനാണ് രാജേന്ദ്ര പണിക്കർ അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടി, അതായത് കാഴ്ച ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അത് സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതാണ് നിങ്ങൾ. ഐ എം സോറി, അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോട്ട് നോ മോർ റൈറ്റ് നൗ. പക്ഷേ അദ്ദേഹത്തിന് വളരെ തൃപ്തിയായ രീതിയിലായിരുന്നു നിങ്ങളുടെ അവസാനത്തെ സ്റ്റേജുകളിൽ ഉണ്ടാവുക അല്ലേ? പണിക്കരേനെ കുറിച്ച് എല്ലാവരും ഇപ്പോഴും ചോദിക്കാറുണ്ട്. പ്രോഗ്രാംസിന് പോകുമ്പോൾ അദ്ദേഹം എവിടെയെന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്